നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ടോ? കളിപ്പാട്ടം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അടിക്കുന്നു, എന്തെങ്കിലും എടുത്ത് എറിയുന്നു, വളരെയധികം ദേഷ്യം കാണിക്കുന്നു. അപ്പോൾ പലപ്പോഴും പാരൻസ് പറയാറുണ്ട്, എൻ്റെ കുട്ടി ഭയങ്കര ദേഷ്യക്കാരനാണ്, എന്താണെന്നറിയില്ല, വല്ലാത്ത ദേഷ്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ദേഷ്യം എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെ മാതാപിതാക്കൾ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ്. കുട്ടികളുടെ ദേഷ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. കുട്ടികളുടെ ഒരു ഭാഷയാണ് ദേഷ്യം. അവരുടെ വികാരങ്ങൾ, അതായത് ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു ഭാഷ തന്നെയാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം എന്ന് പറയുന്നത് സാധാരണ ഒരു വികാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വലിയ ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാർക്ക് ദേഷ്യം വരില്ലേ? അതുപോലെ കുട്ടികൾക്കും ദേഷ്യം വരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ മുതിർന്നവരായതുകൊണ്ട് നമ്മൾക്ക് ആ ദേഷ്യത്തെ അല്ലെങ്കിൽ ആ വികാരത്തെ നമ്മൾക്കൊന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾക്കുണ്ട്. പക്ഷെ കുട്ടികൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോഴും ആ ഒരു കഴിവ് കിട്ടിയിട്ടില്ല. റീസൺ ഫോർ ചൈൽഡ് ആങ്കർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിൽ ദേഷ്യം കാണിക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ്. കുട്ടികൾ എപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കാണിക്കും എന്നുള്ളതാണ്. അതായത് ശ്രദ്ധ കിട്ടാനായിട്ട് ഓരോ കാര്യങ്ങൾ ഒപ്പിക്കും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അമ്മയും അച്ഛനും മൊബൈലിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു, കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല. അത്തരത്തിലുള്ള സമയങ്ങളിലാണ് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ ദേഷ്യം പുറത്ത് കാണിക്കുന്നത്. അതായത് പാരന്റ്സ് ബിസി ആകുമ്പോൾ, ഇപ്പൊ മൊബൈലിൽ തന്നെ ആവണമെന്നില്ല, വേറെ ജോലികളോ എന്തോ ആയിക്കോട്ടെ, പാരന്റ്സ് ബിസി ആകുന്ന ഒരു സമയത്താണ് കൂടുതലായിട്ട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ പലപ്പോഴും കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ആണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ചില ഇമോഷൻസ് അവർക്ക് പുറത്ത് കാണിക്കാൻ അറിയാതെ വരുമ്പോൾ അവരത് ദേഷ്യമായിട്ടായിരിക്കും അത് പുറത്ത് കാണിക്കുന്നത്. ചില പർട്ടിക്കുലർ ടൈമിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അത് പറയാൻ അവർക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ദേഷ്യമായിട്ടായിരിക്കും അത് പുറത്തു വരുന്നത്. മൂന്നാമത്തെ ഒരു കാരണം ഇമിറ്റേഷൻ ആണ്. അതായത് പാരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ. പാരൻസ് അത്രത്തിൽ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ഓരോന്നെടുത്ത് എറിയുന്നു, അത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാലാമത്തെ ഒരു കാരണം ഉറക്കം, വിശപ്പ്. ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴും കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒക്കെ കാണിക്കും, ദേഷ്യം കാണിക്കും. ഉറക്കം വരുമ്പോൾ ചില കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. ആ ഒരു ഉറക്കം വരുന്നത് കൊണ്ടും അതുപോലെ വിശപ്പ് വരുന്നത് കൊണ്ടും കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ദേഷ്യം കാണിക്കാറുണ്ട്. അഞ്ചാമത്തെ ഒരു കാരണം സ്ക്രീൻ ടൈമാണ്. അതായത് മൊബൈൽ അല്ലെങ്കിൽ TV, ടാബ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒത്തിരിയും നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് കുറയുന്നു. അപ്പോൾ ആ പേഷ്യൻസ് ഇല്ലാതെ വരുമ്പോൾ, അതായത് ആ ഒരു ക്ഷമ ഇല്ലാതെ വരുന്നു, എന്ത് കാര്യവും പെട്ടെന്ന് കിട്ടണം, അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി കുഞ്ഞുങ്ങളിൽ ആങ്കർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പാരന്റ്സ് പറയുന്നത് അനുസരിക്കാതിരിക്കുക. അതായത് പാരന്റ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കുക, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് എറിയുന്ന ഒരു ബിഹേവിയർ കാണിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിക്കുന്ന ബിഹേവിയർ കാണിക്കും, അല്ലെങ്കിൽ ഉച്ചത്തിൽ അങ്ങ് കരയും, ഇങ്ങനെ നന്നായിട്ട് ഒച്ചയെടുത്ത് നന്നായിട്ട് അങ്ങ് കരയുന്ന ഒരു സ്വഭാവം കാണിക്കും. ഇതൊക്കെ തന്നെയും ആങ്കർ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ചില സിംറ്റംസ് ആണ്. ഇനി നമ്മൾക്ക് കുറച്ച് പാരന്റിങ് മിസ്റ്റേക്സ് നോക്കിയാലോ? ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്സ് നമുക്കൊന്ന് നോക്കാം. അതായത് കുഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പലപ്പോഴും പാരന്റ്സും കൂടെ ഒപ്പം അങ്ങ് ദേഷ്യപ്പെടും, അല്ലെ? കുഞ്ഞ് ദേഷ്യപ്പെടുന്നു, അതിനൊപ്പം തന്നെ നമ്മളും കുറെ അങ്ങ് ദേഷ്യപ്പെടും. അത് വളരെയധികം തെറ്റാണ്. കാരണം അത് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവം കാണും, അല്ലെ? അതായത് കുഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ ബാഡ് ബിഹേവിയർ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ പറയുമല്ലേ, മറ്റു കുട്ടിയെ നോക്കുക, ആ കുഞ്ഞിനെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെ നോക്ക്, എത്ര നല്ല സ്വഭാവമാണ്, എന്ത് നല്ല കുട്ടിയാണ്, നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. കാരണം കുഞ്ഞിന്റെ സെൽഫ് എസ്റ്റീം കുറയുന്നു, അതുപോലെ തന്നെ പ്രതീക്ഷ നശിക്കുന്നു. കാരണം അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിന്റെ മേലിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇമേജ് ആണ് എന്നുള്ളൊരു സംഭവം കുഞ്ഞിന് കിട്ടുമ്പോൾ പിന്നെ അത് അങ്ങനെ ഒരു ആ ഒരു ഇമേജ് തന്നെ അങ്ങ് പോകാം എന്നൊക്കെ, കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ ചില കുട്ടികൾ കരുതും, അവർ പോലും അറിയാതെ. കാരണം അവരിലൊരു പ്രതീക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയത്ത് അവർ പോലും ആ ഒരു ബിഹേവിയർ മാറ്റണം എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മൂന്നാമത്തെ കാര്യം, കുഞ്ഞിന്റെ അത്തരത്തിലുള്ള ഫീലിങ്സ്, അത്തരത്തിലുള്ള ഇമോഷൻസ്
നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. പാരൻസ് പലപ്പോഴും അത്തരത്തിലുള്ള ചിലപ്പോൾ കുഞ്ഞ് വളരെയധികം വിഷമിച്ച് കരയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം കരയട്ടെ, അല്ലെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ, അതായത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇരുന്ന് കരയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കരയുന്നുണ്ടെങ്കിൽ നമ്മളത് അവഗണിച്ച് പോകുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ചില ഇമോഷൻസ്, ചില വിഷമങ്ങൾ നമ്മൾ കേൾക്കാതെ അവഗണിച്ച് കളയുന്നു എന്നുണ്ടെങ്കിൽ അവിടെയും അതും ഒരു മിസ്റ്റേക്കാണ്. അത് പാരന്റിങ്ങിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഹൗ പാരന്റ്സ് ക്യാൻ ഹാൻഡിൽ ഇറ്റ്. നമ്മൾക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. കുഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ചും കൂടെ മെച്ചൂർഡ് ആണല്ലേ, നമ്മൾ മുതിർന്ന ഒരാളാണ്. കുഞ്ഞ് ദേഷ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മളും ദേഷ്യപ്പെടുന്നെങ്കിൽ തമ്മിൽ എന്താണ് ഡിഫറൻസ്? അപ്പം നമ്മൾ മനസ്സിലാക്കുക, അത് കുഞ്ഞു കുട്ടിയാണ്. അവൻ്റെ ദേഷ്യം പുറത്ത് കാണിക്കുമ്പോൾ നമ്മളാണ് കാമായിട്ടിരിക്കേണ്ടത്. അവൻ അറിയില്ല കാമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ അവൻ ആ ഒരു ആ പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ അത്രയും കുഞ്ഞു കുട്ടിയാണ്, അവൻ അത്രയ്ക്കും മെച്യൂരിറ്റി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊന്ന് കാമായിട്ടിരിക്കുക. നമ്മളിങ്ങനെ കാമായിട്ടിരിക്കുമ്പോൾ കുഞ്ഞും കാമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ചു നേരം അവൻ ആ ദേഷ്യം കാണിക്കുന്നു, പക്ഷെ അമ്മ ഇത്തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞും വളരെ പതുക്കെ തന്നെ കാം ഡൗൺ ആയിക്കോളും. രണ്ടാമതായി നമ്മൾ കുട്ടിയോട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നിനക്ക് എന്തു പറ്റി? എന്താണ് നിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ നമ്മൾ കുഞ്ഞിനോട് ചോദിച്ച് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് കുഞ്ഞിന്റെ ഫീലിങ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതായത് കുഞ്ഞിപ്പോൾ ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷത്തിലാണ്, അപ്പം അത്തരത്തിൽ, അല്ലെങ്കിൽ വിഷമത്തിലാണ്, ഇപ്പം ഏത് ഫീലിങ്സ് ആണെങ്കിലും എന്ത് ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം അമ്മ എനിക്ക് വിഷമമുണ്ട്, അമ്മ എനിക്ക് ദേഷ്യമാണ്, അമ്മ ഞാൻ ഓക്കെ അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞ് പറയാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് പോലും അങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ. അപ്പം നമ്മൾ കുഞ്ഞിനെ അത് പറഞ്ഞ് പഠിപ്പിക്കുക. എങ്ങനെയാണ്? മോന് വിഷമമായെങ്കിലും അമ്മയുടെ തുറന്ന് പറയാത്ത എന്താണ്? മോന് ദേഷ്യമാണെങ്കിൽ മോൻ അത് എന്താണ് ഓപ്പണായിട്ട് അമ്മയോട് പറയാത്തത്? ആ സമയത്ത് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോൻ അത് അമ്മയോട് ഒന്ന് പറയാത്ത എന്താ? മോൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇത്തരത്തിൽ കുഞ്ഞിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുക. അത് വളരെ നല്ല കാര്യമാണ്. ഇനി പറയാൻ ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞിന് നമ്മൾ ക്വാളിറ്റി ടൈം കൊടുക്കുക. നമ്മൾ വെറുതെ 24 hours കുഞ്ഞിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾ എപ്പോഴും ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നമ്മൾ വെറുതെ 24 hours കുഞ്ഞിനെ നോക്കി കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി നടന്നിട്ട് കാര്യമില്ല. ക്വാളിറ്റി ആയിട്ട് അവന്റെ കാര്യങ്ങൾ കേൾക്കാനും, അവന്റെ ഒരു അവൻ ഓക്കെ ആണോ, അവൻ ഹാപ്പി ആണോ, അവന്റെ എന്തൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം കൊടുക്കുക. കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വെറുതെ ഈ 24 hours ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കണം എന്നല്ല. കൊടുക്കുന്ന സമയം, ആ കിട്ടുന്ന സമയം നമ്മൾ വളരെയധികം ക്വാളിറ്റി കൊടുക്കുക. കുഞ്ഞിനത് ഫീൽ ചെയ്യണം, എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും അവർ രണ്ടുപേരും ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ ദേഷ്യം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അത് കുഞ്ഞിന്റെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കരുത്. അത് അവർക്ക് പറയാൻ കഴിയാത്ത ഇമോഷൻസിന്റെ ഒരു ഭാഷയാണത്. അവർക്ക് ചില വികാരങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഫലമായിട്ട് അവർ ദേഷ്യപ്പെടുന്നു. അത് അവരുടെ ഒരു ഭാഷയാണ്, ലാംഗ്വേജ് ആണ്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും സ്നേഹത്തോടെ അവരെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ പഠിച്ചു വരും കുഞ്ഞുങ്ങൾ. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടിയെ അമിതമായി നിയന്ത്രിക്കുന്നവരല്ല നല്ല പാരൻസ്. കുട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ് നല്ല പാരൻസ് എന്ന് പറയുന്നത്.